ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇവിടെ. എന്നാൽ മഴയൊന്നുമില്ല, എന്നാൽ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെ പെരുന്നാളിൻ്റെ 10 ദിവസം ലീവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബിജു നാട്ടിലെത്തിയിട്ടുണ്ട്. ആരോടും പറയാതെ അവൻ രാത്രിയിലാണ് എത്തിയത് കേട്ടോ. അബിയോട് മാത്രം വിളിച്ച് പറഞ്ഞു. അബി കാറും കൊണ്ട് ചെന്നിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതൊരു സർപ്രൈസായി. പ്രജി ഇന്ന് പോണച്ചിട്ടായിരുന്നു അവളുടെ വീട്ടിലേക്ക്. അപ്പോൾ ആ സമയത്ത് അതൊരു സർപ്രൈസായിട്ട് അങ്ങനെ ഒന്ന് പറ്റിച്ചു എല്ലാവരെയും. ഇനിയും അപ്പോൾ ഈ വർഷം ചക്കയൊക്കെ കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. ചക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയ ചക്കയൊക്കെ പുളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പേരിക്കും അരിശ്ശേരിക്കും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പ്രജിയുടെ വീട്ടിൽ നിന്ന് ചക്ക കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പകുതി നമ്മളെടുത്തിട്ടാണ് ചെയ്യുന്നത്. ചക്കയുടെ ചുളയൊക്കെ പറിച്ചതിന് ശേഷം ഒരു മുറത്തിലേക്കൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ ശരി അമ്മേനെയും കൂടിയും കൂട്ടാമെന്ന് വെച്ചു. ഈ 12 മണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയപ്പോൾ കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും സമയം വെറുതെ കളയണ്ടല്ലോ, അതുപോലെ അമ്മയ്ക്കും ഒരു പണിയാവട്ടെ, വെറുതെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ ചക്കയൊക്കെ പുറത്തേക്ക് പറിച്ച് വെച്ചിട്ട് അരിയാനായിട്ട് അമ്മയും കൂട്ടി. അതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മളോട് നേരെയാക്കി വെച്ചപ്പോൾ അതൊക്കെ നേരെയാക്കാൻ അമ്മോടും തോല് കളയാനൊക്കെ കൂടാനായിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, പണികൾ കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മോട് ചോദിച്ചും കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു തൊയിലും തരാതെ ഇപ്പോൾ ഒരു സീരിയൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ വല്ല മാലയുടെ വളയുടെ കാര്യം പറഞ്ഞാൽ അതൊക്കെ നമ്മോട് ചോദിച്ചും കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും തലവേദന വിട്ടൊഴിഞ്ഞ് പോകണം നേരമില്ല. എപ്പോഴെപ്പോഴും ടെൻഷൻ തന്നെയാണ് ഇനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചക്കയൊക്കെ കിട്ടി അതൊക്കെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നേരെയാക്കൂല, പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് നേരെയാക്കുക. അപ്പം അമ്മയുടെ മുത്തച്ഛൻ്റെ കഥകളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടാണ് ചുള ഒപ്പം നമ്മുടെ കൂട്ടത്തിൽ കൂടുകയാണ് കേട്ടോ, ചുളയൊക്കെ അരിയാനായിട്ട്. അങ്ങനെ ചക്കച്ചുളയൊക്കെ അരിഞ്ഞ് വെക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അത് ഇടിക്കലിലിട്ട് ഇടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മിക്സർ ജാറിൽ തന്നെയാണ് ചതച്ചത് കേട്ടോ. അതുപോലെ മുളകും മിക്സർ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, മുഴുവൻ മുളക് കേട്ടോ. എന്നിട്ട് അതൊക്കെ അവിടെ മാറ്റി വെച്ചു. ചക്ക ഒന്ന് വേവിച്ചിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടേ. അപ്പം മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, ബിജു വന്നതല്ല. അപ്പം ഞാൻ മത്തി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻ കഴിക്കാത്തവർക്ക് ചീരയും പരിപ്പും കൂടിയിട്ട് കറി ഉണ്ട് കേട്ടോ. പിന്നെ ബീൻസ് ഉപ്പേരി ഉണ്ട് ഇന്നലത്തെ. അപ്പോൾ അത് അബിക്ക് അത് കൊടുക്കാം, അവൻ ചക്ക കൂട്ടില്ല. അപ്പോൾ ബിജും ചക്ക കൂട്ടാത്ത വ്യക്തി ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ നാട്ടിലില്ലാത്ത കാരണം ചക്ക കിട്ടിയ അവൻ കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ മുളക് പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതിങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചക്ക കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നമുക്ക് അതിലിട്ടിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാവും. പക്ഷേ ചിലപ്പോൾ ചക്ക വേവുണ്ടെങ്കിൽ വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് കുറച്ച് സമയം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പകുതി ഒരു ഭാഗത്തോളം വേവായിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് വേഗം വേവുന്ന ചക്ക തന്നെയാണെന്ന് കേട്ടോ. ഇനി അതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല, കാരണം ഈ വറ്റൽമുളകിന് നല്ല എരിവാണ്. അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് ഞാൻ നമ്മൾ കാൽ ഭാഗത്തോളം വേവിച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ചിലവർക്ക് ഇതിങ്ങനെ കുഴമ്പ് രൂപത്തിലാവണതാവും ഇഷ്ടം, ചിലവർക്ക് ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കാൻ തന്നെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതേ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ച് വെച്ചൊന്ന് വേവിക്കുകയാണ്. അപ്പോൾ ചക്ക നേരെയാക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് 4 ചക്കക്കുരു ഇടണം എന്നാണ് പറയുക, അല്ലെങ്കിൽ ചക്ക കരയൂത്ര. ചക്കയും കരയും കുരും കരയും അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 4 ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉപ്പേരിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള ചോറും ഈ ചക്കപ്പേരി മതി കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ചിലവർക്ക് കഞ്ഞിയുടെ കൂട്ടത്തിൽ കഴിക്കാനാവും, ചിലവർക്ക് കട്ടൻ കാപ്പിയുടെ കൂടെ കഴിക്കാനാവും ഇഷ്ടം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത വീട്ടിൽ നിന്ന് ചക്ക തന്നു, അത് പുളി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് പഴുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ചക്ക വരട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മളേനും സ്നേഹിക്കണം എന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒന്ന് മുഖത്തൊരു പാക്കൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയൊക്കെ വിചാരിച്ച് ചില ദിവസം വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് ചെയ്യും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെയ്താലായിട്ട്. അപ്പോൾ ഞാൻ കടലമാവ് എടുത്തേക്കണം, അതിലേക്ക് തേൻ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മാലയൊക്കെ അഴിച്ച് വെച്ച് മുടിയൊക്കെ മേലേക്ക് കെട്ടി വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുഖത്തൊക്കെ അതൊക്കെ ഒന്ന് പരട്ടി ഇരുന്നൊന്നുമില്ല. അപ്പം തന്നെ അത് ഞാനൊന്ന് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞു. പക്ഷെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തണില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് നമുക്ക് പിന്നെ സമയം ഒന്നിനും ഇല്ല അല്ലേ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എങ്ങനെയെങ്കിലൊക്കെ പോട്ടേന്ന്. അങ്ങനെയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.